നമസ്കാരം. ദുരിതാശ്വാസ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ടീം അംഗങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഷിഹാബാണ് നമ്മോട് കൂടെ ഉള്ളത്. ഷിഹാബ്, എന്താണ് ശരിക്കും മുസ്ലിം ലീഗിന്റെ എന്ത് ഭാരവാഹിത്വമാണ് ഇവിടെ നയിക്കുന്നത്? ഞാൻ യൂത്ത് ലീഗിന്റെ കൽപ്പറ്റ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിയാണ്. ശരി, മേപ്പാടി സ്വദേശിയാണ്. മേപ്പാടി സ്വദേശി കൂടെയാണ്. ഇവിടുത്തെ ഈ ദുരന്തത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ദുരന്തം വലിയ രീതിയിലുള്ള പ്രയാസമാണ് നാട്ടിലുണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ അറിയുന്നവര്, ഞങ്ങൾ കാണുന്നവര്, എല്ലാ ദിവസവും ഞങ്ങൾ ബന്ധപ്പെടുന്ന ആളുകൾ ഒട്ടനേകം ആളുകൾ ഇന്നില്ല. അവരൊക്കെ മണ്ണിനടിയിലാണ്. ഒരുപാട് പേര് ഇനിയും എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ മിസ്സിംഗ് ആണ്. വലിയ ഒരു പ്രയാസത്തിലാണ് നാട് നീങ്ങിക്കൊണ്ട്. നമുക്കറിയാം, ഇതിന്റെ ബാക്കിൽ കാണുന്ന വിഷ്വൽസ് ഒക്കെ ഇതൊക്കെ ബിസ്ക്കറ്റ്, കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റ്, വീട്ടു സാധനങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള നല്ല രീതിയിലേക്കുള്ള സജ്ജീകരണങ്ങൾ, ജനങ്ങള് കഷ്ടപ്പെടാതെ ഭക്ഷണം ഇല്ലാതെ നിൽക്കരുത് എന്നുള്ള ഒറ്റ പ്ലാനിലാണ് ഇവര് ഇതൊക്കെ. നമുക്കറിയാം, പല സംഘടനകളൊക്കെ വലിയ രീതിയിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഗോഡൌണാണ് ശരിക്കും ഇത്. അത്യാവശ്യം നല്ല രീതിയിലേക്ക് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാ ക്യാമ്പുകൾക്കും നിങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഞങ്ങളിപ്പോ ഇതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ഞങ്ങൾ തുടങ്ങിയത് ഈ ക്യാമ്പുകളിലേക്ക് പോവാതെ കുടുംബ വീടുകളിലേക്കും മറ്റും അഭയം പ്രാപിച്ച കുറെ ആളുകളുണ്ട്. അവരെ കണ്ടെത്തി അവരിലേക്ക് സഹായം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഞങ്ങളുടെ ദൗത്യം. ഒരു പരിധിവരെ ഞങ്ങൾ അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 100% എന്ന് പറയാൻ കഴിയില്ല. എന്നാലും പരമാവധി ആളുകളെ ട്രേസ് ചെയ്യാനും അവരിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യഘട്ടം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ പരമപ്രധാനമായ ഉത്തരവാദിത്വം ഇതാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പൂർണ്ണമായ പുനരധിവാസം, അതിന് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, താൽക്കാലികമായ പുനരധിവാസത്തോടു കൂടെ തന്നെ പൂർണ്ണമായ പുനരധിവാസവും അതിന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്വത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേതൃത്വം തന്നെ ശരി നേരിട്ട് ചെയ്യുന്ന സംഭവം. തീർച്ചയായും നമ്മുടെ മേപ്പാടി വയനാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മേപ്പാടി കേന്ദ്രീകരിച്ചാണ് നമ്മൾ നൽകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളിപ്പോ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവും ചെരുപ്പവും അടക്കമുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. നമ്മുടെ മറ്റൊരു ഗോഡൌണ് തൊട്ടടുത്തുണ്ട്. അവിടെ നമ്മുടെ വീട്ടുപകരണങ്ങൾ, നമുക്ക് ലഭ്യമായ വീട്ടുപകരണങ്ങൾ, കട്ടിലും കിടക്കയും മറ്റേ ഗ്യാസ് സ്റ്റവും പാത്രങ്ങളും അടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രധാനമായും ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ 500ഓളം കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് താമസം മാറേണ്ട ഒരു സാഹചര്യമാണ്. ഒന്നുമില്ല, നമ്മളെ ഉടുത്ത ഡ്രസ്സ് അടക്കം ഇറങ്ങി വന്ന ആളുകളാണ്. അവർക്ക് മറ്റൊന്നുമില്ല. അപ്പൊ അവരെ വാടക വീടുകൾ, പരമാവധി വീടുകൾ കണ്ടെത്തി അവിടേക്ക് താമസം മാറാനുള്ള സംവിധാനം ഒരുക്കുക. അപ്പോ താൽക്കാലികമായി വാടക കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവർക്ക് അതിന് വേണ്ട സൗകര്യം ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ഒക്കെ അവരുടെ വാടക കണ്ടെത്തി നൽകുക. അത് ശരി, അതുകൂടെ കണ്ടെത്തി കണ്ടീഷനിൽ, അതായത് ഈ പ്രവർത്തനം അല്ലാതെ തന്നെ അവരെ വാടക വീട്ടിലേക്ക് പാർപ്പിച്ച് അവർക്ക് നല്ലൊരു അന്തരീക്ഷം. തീർച്ചയായും പരമാവധി സൗജന്യമായി കിട്ടുന്നിടത്തു നിന്നൊക്കെ ആ രീതിയിൽ സൗജന്യമായി വാടക വീടുകൾ ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. കൂട്ടത്തിൽ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായം, പൂർണ്ണമായും ഞങ്ങൾക്ക് ഈ 500 കുടുംബങ്ങളെ ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അത്രയും ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഞങ്ങളിലേക്ക് എത്തുന്ന ചെറിയ ചെറിയ സാമ്പത്തികം ഞങ്ങൾ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകളിലേക്ക്, ചെറുതാണെങ്കിൽ പോലും, കാരണം അറിയാലോ, ഒരു കട്ടൻ ചായ കുടിക്കാൻ പോലും വകയില്ലാത്ത രീതിയിലാണ് മുണ്ടക്കയിലെയും ചൂരമലയിലെയും ആളുകളുടെ ഇന്നത്തെ അവസ്ഥ. കാരണം അവരിരിക്കുന്ന സമ്പാദ്യം ഒക്കെ പോയി ഒന്നുമില്ലാത്ത ഒരു പിക്ചറിലേക്ക് അവരെ കൊണ്ടെത്തിച്ചൂലേ ഈ ദുരന്തം. ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗ് തന്നെ കുറച്ച് വീടുകൾ വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, മുൻപും വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സജീവമായിട്ടുള്ള യൂത്ത് ലീഗിന്റെ ടീമുകൾ കംപ്ലീറ്റ് സജീവമായിട്ട് ഇതിൽ ഇറങ്ങിയിട്ടുണ്ടല്ലേ? യൂത്ത് ലീഗ് മാത്രമല്ല, യൂത്ത് ലീഗിന്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ് കഴിഞ്ഞ 11 ദിവസമായി ഈ മേഖലയിലെ തിരച്ചിലിന്, അതുപോലെ ഇവിടുത്തെ ബോഡി മറവ് ചെയ്യുന്നതിന്, അതുപോലെ മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരിക്കും. ക്ലീനിങ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ദിവസവും 250-ലധികം വൈറ്റ് ഗാർഡ് വളണ്ടിയർമാർ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നും അവരുടെ ദൗത്യം ഇപ്പോ നമ്മുടെ പുത്തുമലയിൽ അവർ മയ്യത്ത് മറവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈറ്റ് ഗാർഡ് സംവിധാനം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് വൈറ്റ് ഗാർഡ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. നിങ്ങളിവിടെ കണ്ടു ഒരുപാട് സ്ത്രീകളെ കണ്ടു. ഞങ്ങളുടെ വനിതാ ലീഗിന്റെ പ്രവർത്തകർ, അവരും വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ട്. തീർച്ചയായും അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ കുടുംബങ്ങളൊക്കെ മാറ്റി നിർത്തി കുടുംബങ്ങളുടെ ഒക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ഉണ്ടെന്നാ പറയുന്നത് ഇവർക്ക്. തീർച്ചയായും ആ കുടുംബങ്ങളുടെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടാണ് ശരിക്കും ഇവിടെ വന്നിട്ട് മറ്റുള്ള ആളുകൾക്ക് സഹായം ചെയ്യുന്നത്. തീർച്ചയായും കേരളം തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. കേരളം തന്നെയാണ് ഇത്ര ഒരു മാതൃക കാണിച്ചിട്ടുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളൊക്കെ നമ്മളെ കോപ്പി അടിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതായത് ആ ഒരു രീതിയിലേക്ക് പോകണം, ആ ഒരു കെട്ടുറപ്പാണ് ശരിക്കും. മനുഷ്യത്വമാണല്ലോ വലുത്. അത് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ മനുഷ്യന്റെ ആത്യന്തികമായി നമുക്ക് മനുഷ്യന്റെ സാഹോദര്യവും സൗഹൃദത്വവും ഒക്കെ നിലനിൽക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. മലയാളിക്ക് ഇത് പരിചിതമായ ഒന്നാണ്. മലയാളി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മലയാളി പണ്ടേ ഇങ്ങനെയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു സംസ്കാരം
നമുക്കുണ്ട്. അത് ഇന്നലകളിൽ നമുക്കുണ്ട്, നാളെയും അത് അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളതാണ് മലയാളിയുടെ. പ്രത്യേകിച്ച് പറയുമ്പോൾ മുസ്ലിം ലീഗിന് അത്തരം രീതിയിലേക്ക് എന്താണ് പറയാ, നമ്മള് എടുത്തു പറയുമ്പോൾ അത് പറയേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് ജനങ്ങളെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന ഒരു ചരിത്രം കൂടിയുണ്ട് എന്ന് പറയാം. ഷിഹാബ് തങ്ങൾ മുതൽ അതിന് മുമ്പ് ബാഫക്കി തങ്ങൾ മുതൽ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും മുസ്ലിം ലീഗ് എന്നുള്ള പ്രസ്ഥാനത്തിന് ശരിക്കും പാവങ്ങളെ അല്ലെങ്കിൽ ആരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പശ്ചാത്തലം പഴയ കാലത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്തായാലും എന്താണ് പറയാ, നമ്മൾ ഇവിടെ നിന്ന് സന്ദർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു വാർത്തയാക്കണം എന്ന് വിചാരിച്ചു. ആ ഒരു വാർത്തയാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഇനി എന്താണ് പറയാ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് ശരിക്കും സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങൾ പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. നന്ദി, നമസ്കാരം.